നമ്മൾ ഈ റോക്കറ്റ് അടുപ്പിൽ ഫ്രണ്ടിൽ താഴെയായിട്ട് 2 ഹോളുകൾ ഉണ്ടാവും. ഇഷ്ടികളുടെ ഇടയിൽ നമ്മൾ ഒഴിവാക്കിയിട്ട് 2 സ്പേസുകൾ ഉണ്ടാവും. ഈ 2 സ്പേസിനെയും വേർതിരിക്കുന്നത് ഒരു വയർ മെഷ് വർക്കാണ്, അഥവാ ഒരു ഗ്രില്ലാണ്. ചെറിയ നേർത്ത കമ്പി കൊണ്ടുള്ള ഒരു ഗ്രില്ലാണ്. ഈ ഗ്രില്ലിന്റെ മുകളിലാണ് നമ്മൾ വിറക് ഇൻസേർട്ട് ചെയ്യുന്നത്. താഴെ ഒഴിച്ചിടണം. പറഞ്ഞ മനസ്സിലായോ? വിറക് ഇതിലൂടെ ഇൻസേർട്ട് ചെയ്യുന്നു, കത്തിച്ച വിറക് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് കത്തുമ്പോൾ ഉണ്ടാകുന്ന ചാരം ഈ ഗ്രില്ലിലൂടെ താഴത്തെ ഹോളിലേക്ക് വീഴും. ഈ താഴത്തെ ഹോളിൽ ഒരു ട്രേ വെച്ചാൽ നമുക്ക് ആ ട്രേയിലേക്ക് ഈ ചാരം കളക്ട് ചെയ്യാം. അത് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ചാരം മാറ്റി വെക്കാൻ കഴിയും. പറഞ്ഞ മനസ്സിലായോ? പിന്നെ നമ്മൾ കത്തിക്കുമ്പോൾ ഈ ഹോളിലൂടെ വിറകും വായുവും അകത്തേക്ക് പ്രവേശിക്കും. എന്നാൽ ആ വായു അത്രക്കാരും വിറക് ഇപ്പോൾ കൂടുതൽ വെച്ചാൽ അതിലൂടെ വായുവിന് അധികം അകത്തേക്ക് കയറാൻ കഴിയില്ല. അപ്പോൾ ഈ ഹോള് അടഞ്ഞിരിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ വീഡിയോസിൽ കാണുന്നത് എന്താ വെച്ചാൽ ഇവിടെ മുന്നിലായിട്ട്, ഇതിന്റെ കൂടെ മുന്നിലായിട്ട് ഒരു ഇഷ്ടിക വെച്ചിരിക്കും. അതെന്തിനാ വെച്ചാൽ ഇതിൽ വെക്കുന്ന വിറക് താഴോട്ട് വീഴാതിരിക്കാൻ, ഭാരം കാരണം താഴോട്ട് വീഴാ. അത് ചെയ്യരുത്. പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 2 അറ്റത്തും, ഈ അറ്റത്തും ഈ അറ്റത്തും 2 ഇഷ്ടിക വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ഇവിടെയായിട്ട് ഒരു ഇഷ്ടിക വെക്കുക. അതും വേണം വിറക് വെക്കാൻ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് അടഞ്ഞു പോവുകയും അകത്തേക്കുള്ള വായുവിന്റെ പ്രവാഹം തടസ്സപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ സാധാരണ ചെയ്യുന്നതിന് ഞാൻ വരുത്തിയ വ്യത്യാസം, സാധാരണ ഇത് ഒരു ഇഷ്ടികയുടെ ഉയരത്തില്, ഇത് ഒരു ഇഷ്ടികയുടെ ഉയരത്തില്, അങ്ങനെയാണ് ഉണ്ടാക്കി കാണാറ്. അപ്പോൾ അത് അത്ര സക്സസ് അല്ലാത്തത് കൊണ്ട് ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് മാത്രം ഞാൻ ഇതും 2 ഇഷ്ടികയുടെ ഉയരാക്കി, ഇതും 2 ഇഷ്ടികയുടെ ഉയരാക്കി. ഓക്കെ. എന്നിട്ട് ഞാൻ ഇവിടെയായിട്ട് എക്സ്ട്രാ ഇഷ്ടിക വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ഞാൻ വേറെ നടുക്കായിട്ടൊരു ഇഷ്ടിക വെച്ചിട്ട് അതുമ്മ വിറക് വെച്ചു. അതെന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ താഴെ കൂടെ അകത്തേക്കുള്ള വായുപ്രവാഹം അധികം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി. അകത്തേക്ക് ധാരാളം വായു എൻട്രി ചെയ്യണം, എന്നാലേ നല്ല പോലെ കത്തും. ഇവിടെ നമ്മൾ കുറെ വിറക് വെച്ചാൽ പിന്നെ വായുവിന് എൻട്രി ചെയ്യാൻ അധികം സ്ഥലം ഇല്ലാതെ വരും. ഓക്കെ. ഇനി അതിന്റെ മറ്റേ വ്യൂ നോക്കൂ. അപ്പോൾ നമ്മൾ ഇത് കൂടെ പച്ച കളറിലുള്ള വിറകുകൾ അകത്തേക്ക് വെച്ചു, ഗ്രില്ല്, അതിന്റെ താഴെ എയർ. അപ്പോൾ ഈ നമ്മൾ വിറക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, കത്തിക്കുന്നു. അല്ലെങ്കിൽ ആദ്യം പുറത്തുനിന്ന് കത്തിച്ചിട്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ വിറകിനോടൊപ്പം വായു ഇതിലുണ്ട്. അപ്പോൾ തുടക്കത്തിൽ അത് മെല്ലെ ചെറിയ രീതിയിൽ കത്താൻ തുടങ്ങുന്നു. കത്തുമ്പോൾ ഇവിടെയുള്ള വായു ഉപയോഗിച്ച് പോകുന്നു, ബാക്കിയുള്ള വായു വികസിക്കുന്നു, അത് മേലോട്ട് പോകുന്നു. ഇത് പോകുന്നതിനനുസരിച്ചിട്ട് താഴത്തെ ഓപ്പൺ സ്പേസിലൂടെ ധാരാളം എയർ മേലോട്ട് ഒഴുകിയെത്തുന്നു. അപ്പോൾ വേണ്ടുവോളം എയർ അവിടെ എത്തുന്നത് കാരണം അതിശക്തമായ രീതിയിൽ മേലോട്ട് വായുപ്രവാഹം ഉണ്ടാവും. ഓക്കെ. ഈ വായുപ്രവാഹമാണ്, അതിശക്തമായ രീതിയിലുള്ള വായുപ്രവാഹമാണ് ഈ ഫ്ലെയിം ഇതിന് മേലോട്ട് ഉയർന്നു വരാൻ, ആ 5, 6, 7 ഇഷ്ടികയുടെ ഉയരത്തിലേക്ക് അതിനെ എത്തിക്കാൻ സഹായിക്കുന്നത് ഈ താഴെ നിന്നുള്ള, തീർച്ചയായിട്ടും ഇതിലൂടെയുണ്ട്, ഈ 2 വായുപ്രവാഹം കൂടിയാണ് ഫ്ലെയിമിന് മേലോട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ജെറ്റിൽ നിന്ന് തീമ പുറകോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം മാതിരി ഉള്ള ഒരു ശബ്ദം കേൾക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പോരാത്തതിന് സമൃദ്ധമായ രീതിയിൽ എയർ കിട്ടുന്നത് കാരണം ഓക്സിഡേഷൻ ധാരാളം നടന്നിട്ട്, ഓക്സിജൻ നടന്നിട്ട് ധാരാളം താപം ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇതുകൊണ്ടാണ് ജെറ്റ് അടുപ്പുകൾ സാധാരണ അടുപ്പുകളേക്കാൾ സക്സസ് ആവാൻ, അതായത് വേഗത്തിൽ കുക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കാനുള്ള കാരണം. എയർ സപ്ലൈ കുറഞ്ഞു പോകുന്നതാണ് പലപ്പോഴും പരീക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ചിലപ്പോഴെങ്കിലും തുടക്കത്തിൽ പരാജയപ്പെടാനുള്ള കാരണം. എയർ സപ്ലൈ കുറവാകുന്നതാണ് ഒരു കാരണം. പിന്നെ വേണ്ട പോലെ ഉണങ്ങിയ മരം, വിറക്, അല്ലെങ്കിൽ ചകിരി അതൊക്കെ ഉപയോഗിക്കാത്തത് വേറൊരു കാരണം. ഓക്കെ. ഇനി നമുക്ക് ശരിക്കുള്ള അടുപ്പിലേക്ക് തന്നെ പോവാം. ഓക്കെ. പണ്ടൊക്കെ വിറകടുപ്പ് വീട്ടിൻ്റെ അകത്ത് തന്നെയായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് കുക്കിങ്ങിന് വിറകടുപ്പിനെ മാത്രമായിരുന്നു മനുഷ്യർ ആശ്രയിച്ചിരുന്നത്. പിന്നീട് ഒന്നും കൂടി പുരോഗമിച്ച് ഈർച്ചപ്പൊടി അടുപ്പായി, അതും കഴിഞ്ഞ് മണ്ണെണ്ണ സ്റ്റൗവായി, പിന്നീടാണ് ഗ്യാസ് വന്നത്. ഗ്യാസൊക്കെ വന്നതോടുകൂടി ഈ വിറകടുപ്പിൻ്റെ സ്ഥാനം വീട്ടിൻ്റെ പുറത്തേക്കായി. കാരണം വേറെ ഒന്നുമല്ല,
പുക തുടങ്ങിയിട്ടുള്ള അസ്വസ്ഥതകൾ ഒഴിവാക്കുക, കരി പിടിക്കുന്നത് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി വീടുകളുടെ പുറത്തേക്കായി പുകയെടുപ്പിൻ്റെ സ്ഥാനം. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വിറകടുപ്പ് ഉണ്ടാക്കുമ്പോൾ കഴിയുന്നതും വീടിൻ്റെ പുറത്ത് എവിടെയെങ്കിലും സൗകര്യപ്രദമായൊരു സ്ഥലം കണ്ടുപിടിക്കുകയാണ് നല്ലത്. അത് സാധാരണ വിറകടുപ്പാണെങ്കിലും ശരി, നമ്മളിപ്പോൾ ഈ പറയുന്ന മാതിരി റോക്കറ്റ് അടുപ്പാണെങ്കിലും ശരി, വിറകടുപ്പിൻ്റെ സ്ഥാനം കഴിയുന്നതും വീട്ടിൻ്റെ പുറത്താവുന്നതാണ് നല്ലത്. പുക കെട്ടി നിൽക്കാത്ത സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക. ഓപ്പൺ സ്പേസ് മുകളിൽ, അതിൻ്റെ അർത്ഥം ഓപ്പൺ ടോപ്പാവരുത്. കാരണം എന്താ വെച്ചാൽ മഴയോ നമുക്ക് വെയിലത്ത് നിന്ന് കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ മുകളിൽ മേൽക്കൂരയുള്ളതും എന്നാൽ ഓപ്പൺ സ്പേസും അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നമ്മളതിന് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പ്രധാനം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ അടുപ്പ് നിലത്ത് സെറ്റ് ചെയ്യാൻ പാടില്ല. വേറെ ഒന്നുകൊണ്ടുമല്ല, ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് കുനിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ സാമാന്യം ഒരു ഉയരത്തിൽ വേണം ഈ അടുപ്പ് ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് കൺവീനിയൻ്റ് ആയിട്ടൊരു പ്ലാറ്റ്ഫോം നമ്മൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഈ ഒരു അന്വേഷണത്തിൽ എനിക്ക് ഭാഗ്യത്തിന് ഞങ്ങളുടെ പഴയ വാഷിംഗ് മെഷീൻ്റെ ബോഡി കേടായി തുരുമ്പ് പിടിച്ചു തുടങ്ങിയ ബോഡി ഉണ്ടായിരുന്നു ഇവിടെ. അത് ആക്രിയിലേക്ക് കൊടുക്കാൻ വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിലത്ത് 4 ചെറിയ വീതി കുറഞ്ഞ ഇഷ്ടിക വെച്ച് ഒരല്പം ഉയരം കൂട്ടി. കാരണം ഈ പുറത്തെ മുറ്റം നിലം കഴുകുന്നതൊക്കെയാണ്. അപ്പോൾ അതും അധികം വെള്ളമായാൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കുമല്ലോ. അപ്പോൾ അത് കാരണം 4 ഇഷ്ടിക വെച്ച് അതിന് തന്നെ ഇത്രയും ഹൈറ്റ് ഉണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗം ഓപ്പണാണ്. അപ്പോൾ അത് പിന്നെ അടയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പ്രശ്നമായത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് വീട്ടിൻ്റെ കുറച്ചപ്പുറം തന്നെയാണ് ആക്രിയുള്ളത്. അപ്പോൾ അവിടെ പോയപ്പോൾ 60 സെൻറ്റിമീറ്ററിൻ്റെ 60 സെൻറ്റിമീറ്ററിലൊരു സ്റ്റീൽ പ്ലേറ്റ് കിട്ടി. അപ്പോൾ അത് ഭാഗ്യത്തിന് ഇതേ അളവിൽ വന്നതുകൊണ്ട് ആ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടു. ഇനി നമ്മൾ ഈ റോക്കറ്റ് അടുപ്പിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ലെയർ അറേഞ്ച് ചെയ്യുകയാണ്. ഇവിടെ നോക്കൂ, ഇതിന് ഞാൻ 1, 2, 3 അര എന്ന് പറഞ്ഞുകൂടാ. കാരണം ഈ 4ാമത്തെ ചെറിയ കഷ്ണം നീളവും വീതിയും സമചതുരമായിട്ട് ഈ ഇഷ്ടികയുടെ വീതിയിൽ നീളവും വീതിയുള്ള ഒരു ചതുരം കട്ട് ചെയ്തെടുത്തു. അത് ഞാൻ പഴയ ഒരു കഷ്ണമാണ് ഉപയോഗിച്ചത്. ഇത് 3 പുതിയ ഇഷ്ടിക തന്നെ ഉപയോഗിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ഫോം ഉണ്ടാക്കി. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി ഒരു ലെയറും കൂടി ചെയ്യും. അത് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഈ മൂലയുണ്ടല്ലോ, അത് ഇവിടെ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ശാസ്ത്രീയമായിട്ട് നമ്മൾ ഏത് കെട്ടിടം പണിയുമ്പോഴും ഇഷ്ടികകളുടെ ജോയിൻസ് ഒന്നിൻ്റെ നേരെ മുകളിൽ അടുത്ത ജോയിന്റ് വരുന്ന രീതിയിൽ ഒരിക്കലും വോളുകൾ പണിയില്ല. അങ്ങനെ പണിതാൽ അതിൻ്റെ ഉറപ്പ്, എന്തെങ്കിലും ഒരു ഫോഴ്സ് വന്നാൽ അതൊന്നായിട്ട് ആ ജംഗ്ഷൻ വെച്ചിട്ട് ബ്രേക്കായിട്ട് മറിഞ്ഞു വീഴും. അത് എല്ലാവർക്കും ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ കാരണം. അപ്പോൾ അടുത്ത ലെയർ വെക്കുമ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കണക്ട് വെക്കുക. എന്നിട്ട് കഷ്ണം വെക്കേണ്ടത് അപ്പുറത്തെ മൂലയ്ക്ക് കഷ്ണം വെക്കുക. ഇങ്ങനെ വെക്കുക. ഇതാ ഈ രീതിയിൽ വെക്കുക. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായല്ലോ. നല്ല ഇഷ്ടികയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ തൽക്കാലം എനിക്ക് കിട്ടിയത് ഈ പൊട്ടിക്കാൻ മടിച്ചിട്ടാണ് പുതിയ ഇഷ്ടിക. അപ്പോൾ ഞാൻ അവിടെ ഒരു പഴയ ഇഷ്ടിക കഷ്ണം തന്നെ വെച്ചു. എന്നിട്ട് മുന്നിൽ നേരത്തെ മാതിരി 2 ഇഷ്ടിക വീണ്ടും വെച്ചു. ഓക്കെ, അപ്പോൾ 2 ലെയർ ഹൈറ്റായി. സാധാരണ ഇതിന് 1 ലെയർ ഹൈറ്റായിട്ട് പണിയാറ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ട്, അതായത് വെന്റിലേഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് 2 ലെയർ. ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ട്രേ, ചാരം കളക്ട് ചെയ്യാനുള്ള ട്രേ, അത് ഈ വീതിയിൽ വേണം ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ. അത് എന്ത് പ്ലേറ്റ് ആയാലും മതി. അത് ഒരു കാര്യം, വേറെ 2 കാര്യം ഞാൻ പറയാൻ വിട്ടത്, ഇത് ഒരിക്കലും മരത്തിൻ്റെ ഒന്നും ആവരുത്. കാരണം കനലൊക്കെ വീണിട്ട് തീ പിടിക്കാൻ സാധ്യതയുള്ളതാണ്. അതേമാതിരി നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ട്രേയും വല്ല അലുമിനിയത്തിൻ്റെ ഇട്ട് നമ്മൾ വീട്ടിൽ ഹോട്ടലിൽ നിന്ന് വരുന്ന അലുമിനിയത്തിൻ്റെ ഫോയിൽ മാതിരി ഉള്ളതില്ലേ, അതൊക്കെ വെച്ചാൽ മതിയാവും. മനസ്സിലായില്ല? അപ്പോൾ തീ പിടിക്കില്ല. നമുക്കത് പെട്ടെന്ന് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാനും പുറത്തേക്ക് വലിച്ചെടുക്കാനും കഴിയും. ഇനിയാണ് നമ്മൾ എന്ത് വെക്കേണ്ടത്? അയണിൻ്റെ ഒരു ഗോസ് വെക്കേണ്ടത്. അതിൻ്റെ വലിപ്പം കൃത്യമാവുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ഇത്തിരി വലിപ്പം കൂടുതലുള്ള, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വല്ലാതെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാത്ത രീതിയിൽ ഒരു ഗോസ്. മുന്നിൽ എന്തായാലും കൃത്യമായിട്ട് നിൽക്കണം. പുറകിലേക്ക് ഇത്തിരി തൂങ്ങി നിന്നാലും കുഴപ്പമില്ല. ഏറ്റവും നീറ്റായിരിക്കും അതേ വലുപ്പത്തിൽ എക്സാക്റ്റായിട്ട് കട്ട് ചെയ്താലായിരിക്കും കൂടുതൽ വൃത്തി. ഓക്കെ,
ഇനി നമുക്ക് വയർ ഗോസിന് മുകളിലുള്ള 2 ലെയർ, അതായത് സെക്കൻഡ് ഓപ്പണിംഗ് വരുന്ന 2 ലെയറുകളാണ് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ഇഷ്ടിക വെച്ചു. രണ്ടാമത്തെ ഇഷ്ടിക നോക്കൂ, നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ജോയിൻറ്റിൻ്റെ മുകളിൽ ജോയിൻറ്റ് വരാത്ത രീതിയിൽ ഇപ്പുറം വെച്ചു. എന്നിട്ട് കഷ്ണം ഇവിടെ വെച്ചു. അത് കഴിയുന്നതും എയർ ടൈറ്റായി നിൽക്കുന്ന, ഈ കഷ്ണം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നതും അത് എയർ ടൈറ്റായി നിൽക്കണം. ഇടയിൽ കൂടെ എയർ അകത്ത് കയറാതിരിക്കുകയാണ് നല്ലത്. അത് ആ മേലോട്ടുള്ള ഫ്ലോയെ നെഗറ്റീവായി ബാധിക്കും. അപ്പോൾ കഴിയുന്നതും ജോയിൻറ്റ് നീറ്റായിരിക്കുന്ന രീതിയിൽ പ്രൊജക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് നിന്നോട്ടെ, ഭംഗി ഇത്തിരി കുറയുന്നല്ലേ ഉള്ളൂ. ഓക്കെ, അത് വെച്ചു. അടുത്ത ലെയറും വെച്ചു. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരേ മേക്ക് ഇഷ്ടികകളാവണം. ഇഷ്ടികയുടെ സൈസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് വെക്കാൻ അങ്ങനെ എനിക്ക് പറ്റി. ഈ പഴയ ഇഷ്ടിക എടുത്ത് ചെയ്തപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഞാൻ കണ്ടു. അപ്പോൾ 3ാമത്തെ ലെയറാണ് ഇപ്പോൾ നമ്മൾ വെച്ചത്. 4ാമത്തെ ലെയർ കൂടി നമുക്ക് ഇതേമാതിരി വെക്കുന്നു. ജംഗ്ഷൻ്റെ ജോയിൻറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് വെച്ചു. ഇവിടെ പീസ് വെച്ചു. ഇപ്പം നമ്മൾ ആകെ 4 ലെയർ വെച്ചു. 2 ലെയർ ഗോസിൻ്റെ മുകളിലും, വയർ ഗോസ് അതായത് നെറ്റിൻ്റെ മുകളിലും, 2 നെറ്റിൻ്റെ താഴെ. ഇനി വെക്കാൻ പോകുന്നത് ലെയേഴ്സ് എല്ലാം തന്നെ ഫുള്ളി ക്ലോസ്ഡ് ആയിരിക്കും, സ്ക്വയർ ക്ലോസ്ഡ് ഷേപ്പായിരിക്കും. എങ്ങനെ ശ്രദ്ധിക്കാം. ഇങ്ങനെ ഒന്ന് വെക്കുന്നു. അടുത്ത ലെയർ കൺസ്ട്രക്ഷൻ തുടങ്ങുകയാണ്. അത് ഫുള്ളി ക്ലോസ്ഡ് ആണ്, ഓപ്പണേ അല്ല. എന്നിട്ട് ഇവിടെ ഒന്ന് വയ്ക്കുന്നു, രണ്ടാമത്തത് വയ്ക്കുന്നു. മൂന്നാമത്തത് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചാൽ അത് വീണ് പോവുമല്ലോ അല്ലേ, ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ് പോവും. അപ്പോൾ ഇത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. ഇവിടെ മൂന്നാമത്തത് വെച്ചിട്ട്, അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വെച്ച ക്രമം തെറ്റി. ആദ്യം ഇത് വെച്ചിട്ട് നാലാമത്തത് ഇത് വെച്ചു, മൂന്നാമത്തത് ഇത് വെച്ചിട്ട് കണ്ടോ, ഇപ്പോൾ ഒരു റെഗുലർ സിസ്റ്റമാറ്റിക് ഷേപ്പ് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഇത് വീഴാൻ സാധ്യതയുള്ളത് കൊണ്ട് അടുത്ത സ്റ്റോൺ ഉടനെ വെക്കുക, വേഗം വെക്കുക. അത് ഈ ജംഗ്ഷന് മുകളിൽ, അപ്പോൾ ആ ഭാരമായതുകൊണ്ട് അത് താഴോട്ടിനി വീഴില്ല. മനസ്സിലായല്ലോ. എന്നിട്ട് അതും കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത സ്റ്റോൺ വെച്ചു. അടുത്ത സ്റ്റോൺ, ഇഷ്ടികയുടെ വലിപ്പത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് എക്സാക്റ്റായിട്ട് അവിടെ ഇതാവുന്നില്ല. എന്നാലും കുഴപ്പമില്ല. ഇതാ കണ്ടോ, ഈ ഷേപ്പിൽ വരും. ഒരു സിസ്റ്റമാറ്റിക് ഷേപ്പാണത് അല്ലേ. ഓക്കെ, ഇപ്പോൾ ആകെ എത്ര ലെയറായി? 2, 4, 2, 4, 6 ഞാൻ 2 ലെയറും കൂടി വെക്കുന്നുള്ളൂ. അതായത് ഗോസിൻ്റെ മുകളിൽ 7 വരേണ്ടത്. 1, 2, 3, 4, 5, 6 മതി, 7 വേണമെന്നൊന്നുമില്ല. ഇവിടെ ഇനി നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ ആ റൂള് ശ്രദ്ധിക്കുക. ജംഗ്ഷൻ്റെ മുകളിൽ ജംഗ്ഷൻ വരാത്ത രീതിയിൽ ബിൽഡപ്പ് ചെയ്യുക. പിന്നെ ശരിക്കും നമ്മുടെ ഈ ചെറിയ കൺസ്ട്രക്ഷനിൽ ജംഗ്ഷൻ്റെ മുകളിൽ ജംഗ്ഷൻ വന്നുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഇടിഞ്ഞു മെടിഞ്ഞ് വീഴൊന്നുമില്ല, ആരെങ്കിലും വന്ന് ഉന്തിടാതെ. എന്നാലും നിയമം ഫിസിക്സ് അല്ലെങ്കിൽ സയൻസ് തെറ്റിക്കാതെ തന്നെ ചെയ്താൽ അത്രയും നല്ലത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സാധാരണ ഇപ്പോൾ 7 ലെയർ എന്നൊക്കെ പറയും അല്ലേ. അത് നമുക്ക് ചിലപ്പോൾ എത്ര ശ്രമിച്ചാലും മുകളിലേക്ക് വരെ ഫ്ലെയിം എത്തിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെയറുകളുടെ എണ്ണം കുറച്ച് കൊണ്ടുവരാം. പക്ഷേ ലെയറുകളുടെ എണ്ണം കുറച്ച് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത് കൂടി ഓർക്കുക. അതൊരു റോക്കറ്റ് അടുപ്പ് എന്നുള്ള നിലവാരത്തിൽ നിന്ന് വെറും സാധാരണ അടുപ്പ് എന്നുള്ള നിലവാരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് റോക്കറ്റ് അടുപ്പ് നിർമ്മിതി നോക്കാൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ലെയറും കൂടി വെക്കുകയാണ്. അടുത്തല്ലോ അത് വെച്ചു. ജംഗ്ഷൻ്റെ മുകളിൽ വെക്കാതിരുന്നു, അതായത് ജംഗ്ഷൻ്റെ മുകളിൽ ജംഗ്ഷൻ വരാത്ത രീതിയിൽ വെച്ചു. ഇത്രയും മതി. അപ്പോൾ
അപ്പോൾ നമ്മൾ ആകെ എത്ര കല്ലുകൾ ഉപയോഗിച്ചു? ഞാൻ ഒരു ലെയർ കൂടി എക്സ്ട്രാ വെച്ചു. ഇപ്പോൾ ആകെ നോക്കൂ, ഒന്നാമത്തെ ലെയറിൽ 3.5 എന്ന് കൂട്ടാം. അര പൂർണ്ണമായിട്ടില്ലെങ്കിലും ഒന്നാമത്തെ ലെയറിൽ 3.5, അങ്ങനത്തെ 4 ലെയർ. 4 × 3.5, 4 3 12 14 കല്ല് അതിന് തന്നെ. പിന്നെയുള്ളതൊക്കെ 4ആണ്. 14 കല്ലായി കഴിഞ്ഞു. പിന്നെ 1 2 3 4 5 4 20. 20ഉം 14ഉം 34 കല്ല് ആണ് ഞാൻ ഇതിനകം ഉപയോഗിച്ചത്. അപ്പം നമ്മുടെ മെയിൻ ബോഡി വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ട 2 സാധനങ്ങൾ. ഒന്ന് ഒരു പാത്രം വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡ്, സപ്പോർട്ടിങ് സ്റ്റാൻഡ് വേണം. ഓക്കെ, ആ ഹോളിൻ്റെ സൈസിന് സ്റ്റാൻഡേർഡ് സൈസ് തന്നെ അതിന് കണക്കാക്കിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ താഴെ ചാരം വന്നടിയുമല്ലോ, അതിന് ഇത് ഞാനിവിടെ ഒരു പഴയ ഒരു അലുമിനിയം, മുമ്പ് ഞാനൊരു തവണ ശ്രമിച്ച് പരാജയപ്പെട്ടിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ചുറ്റും, ഈ കൺസ്ട്രക്ഷൻ്റെ ചുറ്റും ഒരു അലുമിനിയം ഫോയിലും കൂടി ഞാൻ വെച്ചിരുന്നു. അപ്പോൾ ആ പരാജയത്തിൻ്റെ ബാക്കി പത്രം അതൊന്ന് കട്ട് ചെയ്തുണ്ടാക്കിയ ഒരു ഓവുചാല്, അതതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്താൽ ചാരം അതിൻ്റെ അകത്തേക്ക് വീഴും. അപ്പോൾ നമ്മുടെ ബാഹ്യഘടന ഏറെക്കുറെ പൂർണ്ണമായി. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടിക സമചതുരൻ ഇഷ്ടിക 4 കഷ്ണം വേണമല്ലോ, അതിന് ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേ നേരം ബ്ലേഡ് കൊണ്ട് ഇതാക്കിയിട്ട് കംപ്ലീറ്റ് അത് ഈർന്നെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കുറച്ചായിട്ട് ഞാൻ തട്ടിയപ്പോൾ പോലും അത് ഇങ്ങനെ പൊട്ടി തെറിച്ച് പോവുക ചെയ്യുന്നത്. അപ്പോൾ അതിന് ശ്രമിക്കാതിരിക്കുകയെന്നല്ല. അപ്പോൾ ഞാൻ നേരത്തെ വെച്ച് കിട്ടിയ 4 കഷ്ണം കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്തത്. ഓക്കെ, മുകളിലുള്ള സ്പേസിൽ നമ്മൾ മരം വയ്ക്കുന്നു. താഴെ കൂടെ എയർ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ. നമ്മൾ 7 ലെയർ വിറക് വെച്ചത് തൊട്ടിട്ട് 7 ലെയർ ഇട്ട് താഴെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കൂ. 2 ഇഷ്ടികയുടെ മുകളിൽ വേർട്ടിക്കലായിട്ട് മൂന്നാമതൊരു ഇഷ്ടിക വെച്ചിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത്തിരി ഉള്ളോട്ട് സ്ലാൻഡഡായിട്ട് വിറക് വയ്ക്കാൻ പറ്റും അങ്ങനെ വയ്ക്കുമ്പോൾ. ഓക്കെ, എന്നാൽ താഴത്തെ ക്യാവിറ്റി കൂടെ എയർ അകത്തേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യും. പിന്നെ പെട്ടെന്ന് കട്ടിത്തീരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ വുഡിൻ്റെ സപ്ലൈ റെഗുലർ ആക്കിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിലയ്ക്കും. അപ്പോൾ വുഡ് സപ്ലൈ റെഗുലർ ആയിരിക്കണം. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഓല, ഒതുമ്പ് ഇതൊക്കെയാണ് നല്ല ശക്തിയിൽ ഫ്ലെയിം തരുന്നത്. പെട്ടെന്ന് തന്നെ ആവി കിട്ടുന്നതാണ്. വുഡിൻ്റെ മരക്കഷ്ണങ്ങൾ അത്ര എഫക്റ്റീവാണെന്ന് തോന്നുന്നില്ല. പരിപ്പാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് വെള്ളം പതഞ്ഞ് പൊന്തുന്നുണ്ട്. പരിപ്പ് 5-6 തവണ കഴുകിയാലും ഇത്തിരി ഒരു കൊഴുപ്പതിൽ ബാക്കി നിൽക്കും. അതാണ് ഇങ്ങനെ പതഞ്ഞ് പൊന്തുന്നതിൻ്റെ കാരണം.
പിന്നെ പാത്രം കരിക്കട്ടയാവുന്നുണ്ട്, അനിവാര്യം. അത് ഇത്തിരി ആ ലിക്വിഡ് അതിൻ്റെ അകത്തേക്ക് വീണിട്ട് ഫ്ലെയിമിൻ്റെ ശക്തി കുറഞ്ഞു. പിന്നെ പരിപ്പിന് 3 വേവ് മതി, 3 ആവി മതി. അത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് വെന്തിരിക്കുന്നു കരുതണം. അപ്പോൾ ഇതിൻ്റെ എഫിക്കസിയെ കുറിച്ചിട്ട് സംശയമൊന്നും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ കൊതുമ്പ്, പിന്നെ ഓലക്കണ്ണി ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ. ഓക്കെ, പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.